2026 കേരള നിയമസഭ ഇലക്ഷന്റെ ഞങ്ങൾ നടത്തിയ സർവേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളുടെ ഫലം പുറത്തുവിട്ടിരുന്നു. ഇതിൽ നിന്നായി LDFന് 16 മുതൽ 32 സീറ്റും UDFന് 32 മുതൽ 48 സീറ്റും BJP സഖ്യത്തിന് 2 മുതൽ 3 സീറ്റും ലഭിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുറത്തുവിടുന്നത് തൃശൂർ ജില്ലയിലെ സർവേ ഫലങ്ങളാണ്. നമ്മൾക്ക് ആദ്യ മണ്ഡലത്തിലേക്ക് കടക്കാം. കൊടുങ്ങല്ലൂരിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ജനീഷിന് ചെറിയ മേൽകൈ ഉണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ചാലക്കുടി ജനീഷ് ജോസഫിലൂടെ UDF നിലനിർത്തും, ഭൂരിപക്ഷം ഉയർത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുതുക്കാട് ചെങ്കോട്ട ആയി തന്നെ തുടരും. രാമചന്ദ്രന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കും എന്ന് സർവേ വിലയിരുത്തുന്നു. ഇരിഞ്ഞാലക്കുടയും LDFന് ഒപ്പം നിൽക്കും. മന്ത്രി ബിന്ദുവിന് ഭൂരിപക്ഷം കുറഞ്ഞാലും മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് വിലയിരുത്തൽ. കയ്പമംഗലവും ചുവന്നു തന്നെ. വത്സരാജ് സുരക്ഷിതമായ ഭൂരിപക്ഷം നേടി വിജയിക്കും. നാട്ടികയിൽ LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് സർവേ പറയുന്നത്. നേരിയ സാധ്യത ഗീതാ ഗോപിക്കെന്നും സൂചന. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ രാജൻ പല്ലൻ UDFനു വേണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. BJP 2ാം സ്ഥാനത്ത് എന്നും പറയുന്നു. ഒല്ലൂർ ഇടത്തോട്ട് തന്നെ. K രാജൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. വടക്കാഞ്ചേരിയിലും മാറ്റമൊന്നുമില്ല. സേവിയർ ചിറ്റിലപ്പള്ളിയിലൂടെ LDFന് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് സർവേ പറയുന്നത്. മണലൂരിൽ TN പ്രതാപനു മുൻതൂക്കമെന്ന് സർവേ വ്യക്തമാക്കുന്നു. UDF മണ്ഡലം തിരിച്ചുപിടിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷം നേടി എന്നും സൂചന. ഗുരുവായൂരിലും LDF UDF ടൈറ്റ് ഫൈറ്റ് എന്നാണ് പറയുന്നത്. CH റഷീദിന് നേരിയ മുൻതൂക്കമാണെന്ന് സർവേ വിലയിരുത്തുന്നു. കുന്നംകുളം LDFന്റെ SC മൊയ്തീൻ മണ്ഡലം നിലനിർത്തും. ചേലക്കരയിലും മാറ്റമില്ല. LDFന്റെ UR പ്രദീപ് വ്യക്തമായ ഭൂരിപക്ഷം നേടി വിജയിക്കും. തൃശൂരിലെ ആകെ മൊത്തം 13 സീറ്റിലെ സർവേ ഫലം പുറത്തുവരുമ്പോൾ LDFന് 7 മുതൽ 10 സീറ്റും UDFന് 3 മുതൽ 6 സീറ്റും നേടാനാകും എന്നാണ് സർവേ പറയുന്നത്. ഞങ്ങളുടെ അവസാന വട്ട കണക്കുകളിൽ LDF 8ഉം UDF 5 സീറ്റും നേടുമെന്നാണ് വിലയിരുത്തുന്നത്. LDFന് 4 സീറ്റുകളുടെ നഷ്ടം ആണ് ജില്ലയിൽ ഈ ഫലം അനുസരിച്ച് സംഭവിക്കുക. ആകെ 8 ജില്ലകളിലെ സർവേ ഫലം പുറത്തു വന്നു കഴിയുമ്പോൾ LDFന് 23 മുതൽ 42 സീറ്റും UDFന് 36 മുതൽ 54 സീറ്റും BJP സഖ്യത്തിന് 2 മുതൽ 3 സീറ്റുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. അന്തിമ കണക്കുകൾ വരുമ്പോൾ LDFന് 30 സീറ്റും UDF 48 സീറ്റും BJP 2 സീറ്റും നേടുമെന്നാണ് വിലയിരുത്തുന്നത്. മറ്റു മണ്ഡലങ്ങളുടെ സർവേ ഫലം ഞങ്ങളുടെ ചാനലിൽ ലഭ്യമാണ്. ചാനൽ സന്ദർശിച്ചാൽ അവ കാണാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ പാലക്കാട് ജില്ലയിലെ സർവേ ഫലങ്ങൾ ആണ് പുറത്തുവിടുന്നത്. ഇതുപോലുള്ള സർവേ ഫലം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ നന്ദി.